ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മൻ്റെ പോയിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന ഏത് വിധേനയും ഈ ഒരു ജോലി താൻ നേടിയെടുക്കുമെന്നൊക്കെ ശ്രുതിയോട് വാക്ക് പറയുകയാണ് ശ്രുതി. അതിനുശേഷം താഴ്ത്ത നിലയിലേക്ക് വരുന്ന സമയത്ത് ചന്ദ്ര മകന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമായിരിക്കും കേട്ടോ. ശ്രുതി വന്നിട്ട് അമ്മേനെ വിളിക്കുന്ന സമയത്ത് ഇതാ മോനെ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഹാളിലേക്ക് ചെല്ലുകയാണ്. അതിനുശേഷം ചന്ദ്ര ശ്രുതിയോടായിട്ട് ഈ ഒരു ജോലി എങ്ങനെയും നീ ഒപ്പിച്ചെടുക്കണം, എങ്ങനെയും ഇൻ്റർവ്യൂ പാസ്സാവണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്താണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. എന്നിട്ട് സച്ചി പറയുകയാണ്, എടാ ശ്രുതി നിനക്ക് ജോലിയൊന്നും കിട്ടിയില്ല എന്നെങ്കിൽ നീ പറയണം കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്കും എന്താടാ നീ രാവിലെ എന്നെ കളിയാക്കാൻ തുടങ്ങിയതാണോ എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് സച്ചി പറയാണ്, കളിയാക്കുമൊന്നുമല്ല, ഞാനുള്ള കാര്യമല്ലേ പറഞ്ഞു, നിനക്ക് ജോലി കിട്ടിയില്ല എന്നാണെങ്കിൽ എന്നോട് പറയണം, നിനക്ക് ഞാനൊരു വണ്ടി ഒപ്പിച്ചുതരാം, എങ്ങനെ വന്നാലും 30,000 രൂപയുടെ അടുത്ത് നിങ്ങൾക്ക് സമ്പാദിക്കാനാവും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. വേഗം തന്നെ ശ്രുതി പറയുന്നുണ്ട്, സച്ചി നീ എന്താ വിചാരിച്ചിരിക്കുന്നത്, ശ്രുതിയുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലിയാണ് കാർ ഓടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിയുടെ ജോലി താഴ്ത്തി കെട്ടുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കേട്ടുകൊണ്ടാണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയുടെ ജോലിക്ക് എന്താ കുഴപ്പം, ഇത്രയും നാളും ഈ ഒരു ജോലി ചെയ്തിട്ടില്ല ഈ കുടുംബം നോക്കിയത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ചന്ദ്ര പറയുന്നുണ്ട്, നീ മിണ്ടാതിരിക്കടി, ഇതിനിടയിൽ നിന്നോട് സംസാരിക്കാൻ ആരാ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ഞാൻ സംസാരിക്കും, സച്ചിയുടെ പഠിച്ചിട്ടില്ലായിരിക്കും, പക്ഷെ പഠിച്ച് ഇദ്ദേഹം എന്താണ് ചെയ്തിട്ടുള്ളത്, കല്യാണം ഉറപ്പിച്ച പെണ്ണിനെ ഉപേക്ഷിച്ച് മറ്റൊരുത്തരോട് അന്നേ ദിവസം ഒളിച്ചോടിപ്പോയതല്ലേ ഇദ്ദേഹം, അതാണ് അമ്മ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉണ്ട്. പിന്നെ സച്ചിയായിട്ട് നല്ല രീതിക്ക് അധ്വാനിച്ച് തന്നെയാണ് ഈ കുടുംബം നോക്കുന്നത്. മാത്രമല്ല ജോലി പോയ സമയത്ത് മറ്റൊരു ജോലിക്ക് വേണ്ടി, അതായത് വണ്ടി കയറാൻ പോലും ഇദ്ദേഹം പോയില്ലേ, അല്ലാതെ ഇവിടെയുള്ളവരെ പോലെ പാർക്കിലും ബീച്ചിലും ഒന്നും കറങ്ങുമല്ലായിരുന്നല്ലോ എന്നൊക്കെ രവി പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്താണ് അങ്ങോട്ടേക്ക് രവി വരുന്നത്. ഈ ഒരു സമയത്ത് വേഗം തന്നെ ചന്ദ്ര എന്നിട്ട് രവിനോടായിട്ട് പറയാണ്, രവിയേട്ടാ ഇത് കണ്ടില്ലേ, ശ്രുതി ജോലിക്ക് പോകുന്നൊരുങ്ങായിരുന്നു, ഈ സമയത്ത് ഇതേ ഭാര്യയും ഭർത്താവും കൂടി വന്നിട്ട് ഇവൻ്റെ മനസ്സിന് തളർത്തുന്ന രീതിക്കാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറയാണ്. ശ്രുതി ഇതേ രീതിയിൽ തന്നെ പരാതികൾ പറയാട്ടെ. ഈ സമയത്ത് രേവതി പറയുന്നുണ്ട്, അതിന് സച്ചേട്ടൻ ഒന്നും തന്നെ പറഞ്ഞില്ല, ഇദ്ദേഹത്തിന് ജോലി കിട്ടിയില്ല എന്നാണെങ്കിൽ കാർ ഓടിക്കാനായിട്ട് ചെല്ലാണ്ട് സച്ചേട്ടൻ പറഞ്ഞു, കാർ ഓടിക്കുന്ന ഒരു തെറ്റാണോ, പക്ഷേ ശ്രുതി അമ്മയുടെ സംസാരിക്കുന്നത് സച്ചേട്ടന് താഴ്ത്തി കിട്ടുന്ന രീതിക്കാണ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതിന് മറുപടി മാത്രമാണ് അച്ഛൻ ഞാൻ പറഞ്ഞത് എന്നൊക്കെ രേവതി പറയുമ്പോഴത്തേക്കും ശ്രുതിയോടായിട്ട് രവി പറയുന്നുണ്ട്, മോളെ എല്ലാ ജോലിക്കും അതിൻ്റെതായ അന്തസ്സുണ്ട്, മോനെ ഒരിക്കലും ഒരു ജോലിയും താഴ്ത്തിക്കെട്ടി സംസാരിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ശ്രുതിയോടായിട്ട് ഒരിക്കലും ഒരു ജോലിയും താഴ്ത്തിക്കെട്ടി സംസാരിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ശ്രുതിയോടായിട്ട് മോനെ ശ്രുതി ഈ ജോലി നീ എങ്ങനെയെങ്കിലും നേടിയെടുക്കണം എന്ന് പറയുമ്പോഴത്തേക്കും ശരി അച്ഛ എന്ന് പറയാണ്. വേഗം തന്നെ ശ്രുതി പറയുകയാണ്, ശ്രുതി അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം മേടിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും പൗഡർ എടുത്തി കണ്ടോ, ഈ ഇൻ്റർവ്യൂവിന് പോയിട്ട് ഈ ജോലി അവന് കിട്ടാൻ പോകുന്നില്ല, വേറൊന്നും കൊണ്ടല്ല, അവൻ്റെ ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ ഇവൻ്റെ സ്വഭാവം വെച്ച് ഈ ജോലി ഇതും കിട്ടാൻ പോകുന്നില്ല, ഈ ഇൻ്റർവ്യൂവും പോയിട്ട് അവൻ വെറുതെ വരും, നീ കണ്ടോ എന്നൊക്കെ പറയുകയാണ്. വേഗം തന്നെ രേവതി പറയുന്നത്, സച്ചേട്ടാ നിങ്ങൾ വാ നമുക്ക് കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ട് സച്ചിയും കൂട്ടിക്കൊണ്ട് രേവതി അവിടെ നിന്ന് പോകാൻ കേട്ടോ. അതിനുശേഷം രവിയുടെയും ചന്ദ്രയുടെ അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് ശ്രുതി ജോലിക്കായിട്ട് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അടുക്കളയിൽ നിന്നുള്ള എല്ലാവർക്കുള്ള ഭക്ഷണവുമായിട്ട് വരുന്ന രേവതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ചന്ദ്ര. എന്നിട്ട് രാവിലെ രേവതി സംസാരിച്ചതിൻ്റെ പേരിൽ രേവതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുകയാണ്, നിനക്ക് എവിടെ നിന്ന് ഇത്ര വലിയ നാക്ക് കിട്ടിയത്, സച്ചിയുടെ സപ്പോർട്ടുള്ളത് കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, നിനക്ക് നിൻ്റെ കെട്ടിയവനെ അടക്കി നിർത്താനായില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അമ്മയെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഇത്രയും നാളല്ലേ ആയുള്ളൂ, പക്ഷേ അമ്മയുടെ കൂടെയായിരുന്നു അമ്മയുടെ മകൻ ഇത്രയും നാളും, ആ ഒരു സമയത്ത് സച്ചേരനെ അടച്ചിടക്കുമെന്ന് അമ്മ പഠിപ്പിച്ചില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും നല്ല തിരിച്ചടി കിട്ടുകയാണ് ചന്ദ്രയ്ക്ക്. മാത്രമല്ല രേവതി പറയുന്നുണ്ട്, ഞാനായിട്ടൊന്നും പറഞ്ഞില്ല, നിങ്ങൾ സച്ചേട്ടൻ്റെ ജോലി താഴ്ത്തിക്കിട്ട് സംസാരിച്ചു, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇത്രയും നാൾ സച്ചേട്ടനല്ലേ ഈ കുടുംബം നോക്കിയിരുന്നത്, ആ ഒരു വിലയെങ്കിലും അദ്ദേഹത്തിന് നിങ്ങൾ കൊടുത്തിരുന്നോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ചന്ദ്രയും ശ്രുതിയും കൂടിയിട്ട് സച്ചിയുടെ ജോലിയെപ്പറ്റിയും വിദ്യാഭ്യാസത്തെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഈ സമയത്ത് രേവതി പറയുകയാണ്, അദ്ദേഹത്തിന് വിദ്യാഭ്യാസം കുറവായിരിക്കാം, പക്ഷേ നല്ലൊരു ജോലിക്ക് അന്തസ്സോടുകൂടി പോകുന്നുണ്ടല്ലോ, അല്ലാതെ പാർക്കിൽ പോയി കപ്പലണ്ടിയും മറ്റും തിന്നുകയായിരുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചന്ദ്ര വേഗം തന്നെ മതിയിടി നിർത്ത്, നീ എങ്ങോട്ടേ ചാടിപ്പോകുന്നത്, എൻ്റെ ശ്രുതിമോളുണ്ടല്ലോ എൻ്റെ പേര് തുടങ്ങിയ പാർലറിൽ നിന്ന് ലക്ഷങ്ങളാണ് സമ്പാദിക്കുന്നത്, ഇതുപോലെ പല ബ്രാഞ്ചുകൾ ഇനി തുടങ്ങും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇടിവെട്ടിയ അവസരം നിൽക്കുവാട്ടെ ശ്രുതി. ഈ ഒരു സമയത്ത് രേവതി വേഗം എന്ന് പറയുന്നുണ്ട്, നമുക്ക് നോക്കാം, അമ്മ പറഞ്ഞത് നേരാണ്, എൻ്റെ ഒരു ചെറിയ പൂക്കടയാണ്, ആ ഒരു പൂക്കടയിൽ നിന്ന് എനിക്ക് കിട്ടുന്ന സന്തോഷം അത് വലുതാണ്, അതെൻ്റെ സച്ചേട്ടന് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാതെ തന്നെ സർപ്രൈസ് ആയിട്ട് തന്നെ സമ്മാനമാണ്, പിന്നെ നമുക്ക് നോക്കാം ആരൊക്കെ പുതിയ ബ്രാഞ്ച് തുടങ്ങുമെന്നും ആരൊക്കെ തെരുവിലേക്ക് ഇറങ്ങുമെന്നൊക്കെ നോക്കാം എന്നൊക്കെ പറയാം കേട്ടോ. അതിനുശേഷം രേവതി തനിക്ക് തിരക്കുണ്ട് പൂക്കുളയിലേക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവാണ്ട്. ഈ ഒരു സമയത്ത് ചന്ദ്ര ശ്രുതിയോടായിട്ട് പറയുന്നത്, നീ നോക്കിയോ ശ്രുതി, സച്ചിയുടെ സപ്പോർട്ടിലാണ് അവൾ ഇത്രയധികം തിളയ്ക്കുന്നത്, ഇവരുടെ ജീവിതം ഞാൻ രണ്ടാക്കും എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ചന്ദ്ര പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് പല കമ്പനികളിൽ പോയിട്ടും അവിടെ ഒന്നും തന്നെ ശ്രുതിക്ക് ജോലി ലഭിക്കുന്നില്ല. എല്ലാ കമ്പനിക്കും വേണ്ടത് ക്വാളിഫിക്കേഷൻ അല്ല, എക്സ്പീരിയൻസ് ആണല്ലോ. നമ്മുടെ ശ്രുതിയുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയാലോ, അതുകൊണ്ട് തന്നെ ആരും തന്നെ ശ്രുതിക്ക് ജോലി കൊടുക്കുന്നില്ല.
2-3 കമ്പനികൾ കയറിയായിട്ട് അവസാനം സുധി ചെല്ലുന്നത് രാധ എന്ന് പറഞ്ഞൊരു മേഡത്തിൻ്റെ അടുത്ത്. സുധി 1 മാസത്തിനടുത്ത് വർക്ക് ചെയ്തിരുന്നല്ലോ. ആ ഒരു സമയത്ത് പെണ്ണുങ്ങളുടെ കീഴിൽ വർക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ജോലി നിർത്തി പോകുന്നൊരു എപ്പിസോഡ് നമ്മൾ പണ്ട് കണ്ടതാണ്. ആ ഒരു മേഡത്തിൻ്റെ അടുത്ത് തന്നെ ചെല്ലുകയാണ്. ഈ സമയത്ത് ആ മേഡം ചോദിക്കുന്നുണ്ട് സുധിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയാൻ വേഗം തന്നെ സുധി തനിക്ക് ഇവിടെ ജോലി തരണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും താനിവിടെ നേരത്തെ പറഞ്ഞിട്ട് പോയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട്. തനിക്ക് പെണ്ണുങ്ങളുടെ കീഴിൽ ജോലി ചെയ്യാനായിട്ട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞില്ല അന്ന് ഇവിടുന്ന് പോയത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അതെനിക്ക് അന്ന് പറ്റിയ തെറ്റായിരുന്നു മേഡം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധി ക്ഷമ ചോദിക്കുന്നുണ്ട്. എന്നാൽ ആ മേഡം പറയും ഇല്ല സുധി, തനിക്കിവിടെ ജോലിയില്ല. പിന്നെ തന്നെപ്പോലെ സ്വഭാവമുള്ള വേറൊരു മാനേജറുള്ള കീഴിൽ തനിക്ക് ജോലി ഉണ്ടാവും, അവിടെ പോയി തിരക്കുക എന്നും പറഞ്ഞുകൊണ്ട് സുധീനെ അവിടെ നിന്ന് ഇറക്കി വിടുകയാണ് കേട്ടോ. എങ്ങനെയും തനിക്ക് ജോലി കിട്ടുന്നില്ല എന്നറിയുമ്പോഴത്തേക്കും സുധിക്ക് ഭയങ്കര സങ്കടാവുകയാണ്. അതിനുശേഷം തൻ്റെ കഴിക്കുന്ന സർട്ടിഫിക്കറ്റിലേക്ക് നോക്കിയതിന് ശേഷം സുധിയായി തന്നെ ചിന്തിക്കുകയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പഠിച്ചത്, ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടൊന്നും ഒരു ഗുണവുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ സങ്കടത്തിലിരിക്കുന്ന സുധിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.